CPM ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരി വിട വാങ്ങിയിട്ട് ഇന്ന് ഒരു കൊല്ലം തികയുകയാണ്. എല്ലാ രാഷ്ട്രീയ കക്ഷിയിലുള്ള ആളുകളുമായിട്ടും നല്ല അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു നേതാവായിരുന്നു സീതാറാം യെച്ചൂരി. എങ്ങനെയാണ് എതിർചേരിയിലുള്ള ആളുകളുമായിട്ട് പോലും ഇത്രയും നല്ല സൗഹൃദം പങ്കുവയ്ക്കുന്നത് എന്ന് യെച്ചൂരിയുടെ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു. ചെറിയായിരുന്നു ആദ്യം യെച്ചൂരിയുടെ മറുപടി. ഒരു പുഞ്ചിരിയിൽ എനിക്ക് നഷ്ടപ്പെടാനായി ഒന്നുമില്ല. ആളുകൾ വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങൾ വിശ്വസിക്കുന്നവരാവാം. സൗഹൃദവും പ്രത്യയശാസ്ത്രവും തമ്മിൽ ഞാൻ സാധാരണ കൂട്ടിക്കുഴയ്ക്കാറില്ല. എനിക്ക് എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ടെന്ന് യെച്ചൂരി പറഞ്ഞു വെച്ചു. ഞാനതിൽ അഭിമാനിക്കുന്നു എന്നാണ് യെച്ചൂരി പറഞ്ഞത്. മുൻ പ്രധാനമന്ത്രി വാജ്പേയിയെ പറ്റി യെച്ചൂരി പറഞ്ഞൊരു കാര്യം ശ്രദ്ധേയമാണ്. അടൽജിയും ഞാനും പ്രത്യയശാസ്ത്രങ്ങളെ പരസ്പരം എതിർത്തിരുന്നു. എന്നാൽ വാജ്പേയിയുടെ നല്ല പെരുമാറ്റവും മാന്യതയും എല്ലാവരുമായുള്ള ഇടപഴകാനുള്ള ആ സന്നദ്ധതയും അദ്ദേഹത്തെ വേറിട്ട് നിർത്തി. ഒരു മോഡറേറ്റ് പൊളിറ്റീഷ്യനായി അദ്ദേഹം മാറി നിന്നു. മനുഷ്യർക്ക് വേറിട്ട പ്രത്യയശാസ്ത്രങ്ങൾ വിശ്വസിക്കാം, എന്നാൽ സൗഹൃദത്തിന് അതൊരു തടസ്സമാകരുത് എന്നായിരുന്നു സേതുറാം യെച്ചൂരി വിശ്വസിച്ചിരുന്നത്. യെച്ചൂരി എന്ന ചുരുക്കപ്പേരിൽ ഓമന പേരിൽ ആളുകൾ വിളിക്കുമ്പോൾ യെച്ചൂരി കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറമുള്ള ഒരു സൗഹൃദത്തിൻ്റെ പ്രതീകം കൂടിയായി മാറി ഇന്ത്യൻ രാഷ്ട്രീയ കാലാവസ്ഥയിൽ. രാഷ്ട്രത്തിൻ്റെ വികസനത്തിനും ജനതയുടെ ഉയർച്ചയ്ക്കുമായിരിക്കണം രാഷ്ട്രീയ കക്ഷികൾ ഊന്നൽ നൽകേണ്ടത്. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം രാഷ്ട്രീയ കക്ഷിക്കാർ തമ്മിൽ ഒരു സൗഹൃദം പുലർത്തണം എന്നായിരുന്നു ഈ യെച്ചൂരി വിശ്വസിച്ചിരുന്നത്. നേതാക്കൾ തമ്മിൽ ശത്രുതാപരമായ മനോഭാവത്തോടെ നിലകൊണ്ടാൽ അത് രാഷ്ട്രത്തിനാണ് നഷ്ടമെന്ന് യെച്ചൂരി വിശ്വസിച്ചു. ആത്യന്തികമായി രാജ്യത്തിൻ്റെ നന്മയാകണം രാഷ്ട്രീയക്കാർ ലക്ഷ്യമിടേണ്ടത്. യെച്ചൂരിയുടെ സൗഹൃദത്തിൻ്റെ നിലാവ് പരക്കുന്നതും ആ ഒരു അർത്ഥത്തിലായിരുന്നു. സീതാറാം യെച്ചൂരി എന്നൊരു നല്ല നേതാവിനെ നമുക്ക് ഓർമ്മിക്കാം. കാരണം എനിക്കും അദ്ദേഹത്തോട് ചെറിയൊരു പരിചയം ഉണ്ടായിരുന്നു. കാരണം ഞാനൊരിക്കൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഒരു PhD അഡ്മിഷൻ വാങ്ങാൻ ഡൽഹിയിൽ ഇറങ്ങിയപ്പോൾ ആരെങ്കിലും അവിടെ JNUവിൽ പരിചയമുള്ളവരുണ്ടോ എന്ന് തിരക്കി നടന്നപ്പോൾ തിരുവനന്തപുരത്ത് ഒരു സുഹൃത്ത് കുറിച്ച് തന്ന 2 പേരുകളായിരുന്നു. ഒന്ന് പ്രകാശ് കാരാട്ടിൻ്റെയും ഒന്ന് സീതാറാം യെച്ചൂരിയുടെയും. ഞാൻ വിചാരിച്ചു ഡൽഹിയിലെ ഏതോ 2 വിദ്യാർത്ഥികളായിരിക്കും അവർ. എന്നവർ അവിടെ JNUമായി പഠിക്കുകയോ എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനവിടെ ചെന്ന മിസ്റ്റർ പ്രകാശ്, ഹൗ ആർ യു, ഐ ആം ഫ്രം കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷിൽ കാച്ചി. അതുപോലെ യെച്ചൂരിയെയും ഇതുപോലെ ഞാൻ വിളിച്ചു, സീതാറാം യെച്ചൂരി, ഐ ഹാവ് കം, ഹൂ ഈസ് ദിസ് നായർ എന്ന് അദ്ദേഹത്തിന് അറിയില്ല കേട്ടോ ശരിക്കും. പക്ഷേ പ്രകാശ് കാരാട്ട് നന്നായിട്ടൊന്ന് പ്രതികരിച്ചിരുന്നു. യെച്ചൂരിയും പറഞ്ഞ് നമുക്ക് നേരിട്ട് കാണണം. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അന്ന് എനിക്ക് അവിടെ അല്ലാതെ തന്നെ പ്രവേശനം കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അവരെ മെനക്കെടുത്താൻ പോയില്ല. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ പേരെടുത്ത 2 പേരുകളാണ് ഈ പ്രകാശ് കാരാട്ട് അതുപോലെ സീതാറാം യെച്ചൂരി എന്ന്. ഇന്നിപ്പോൾ യെച്ചൂരിയെ കുറിച്ച് നമ്മൾ അദ്ദേഹം മരിച്ചിട്ട് ഒരു കൊല്ലം തികയുമ്പോൾ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ ഓർമ്മിച്ചു പോകുന്നു. ഇത്തരം മോഡറേറ്റ് ആയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മുടെ സ്വത്താണ്, സമ്പത്താണ്, നമ്മുടെ സൗഭാഗ്യമാണ്.